നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്രം എന്ന് വെച്ചാൽ തേങ്ങാ കണ്ണു പോലെ കാണപ്പെടുന്ന നക്ഷത്ര സമൂഹമായിട്ടാണ് നമുക്ക് മകയിര നക്ഷത്രത്തെ നമ്മൾ പറയപ്പെടുന്നത്. മകയിര നക്ഷത്രം 2 കൂറുണ്ട്. 2 കൂറിലെ ഫലങ്ങളെ സംയോജിപ്പിച്ചാണ് നമ്മളിവിടെ ഫലങ്ങൾ പറയുന്നത്. ഇവർക്ക് ബിസിനസ്സിൽ കൂടുതൽ വരുമാനമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായിട്ട് നമുക്ക് 2026 പറയാവുന്നതാണ്. കൂടുതൽ വരുമാനം ലഭിക്കുമെങ്കിലും കുറച്ച് ആയാസം കൂടാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. സുഖഭോഗങ്ങൾക്കായിട്ട് കുറച്ച് ധനം കൂടുതൽ ചിലവഴിക്കേണ്ട അവസ്ഥയൊക്കെ ഇവർക്ക് വന്നു വരാം. ഉന്നതരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നല്ല വ്യക്തിബന്ധങ്ങളൊക്കെ ഇവർക്ക് പുലർത്താൻ സാധിക്കുന്നതായിരിക്കും. അധ്യാപനം, എഴുത്ത്, പ്രസിദ്ധീകരണം എന്നിവയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വരുമാനം കൂടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ആഡംബര വസ്തുക്കളോടോ ഇലക്ട്രോണിക് വസ്തുക്കളോടോ ഒക്കെ കുറച്ച് താല്പര്യം കൂടുന്ന അവസ്ഥ പറയാവുന്നതാണ്. പരസ്യങ്ങൾ മുഖേന കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് യാത്രകൾ ഒക്കെ ചെയ്യേണ്ട, സന്താനങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ട അവസ്ഥ ഇവർ കാണുന്നുണ്ട്. മറ്റുള്ളവർ നിർവഹിക്കേണ്ട ജോലി പോലും ഏറ്റെടുത്ത് ചെയ്ത് മറ്റുള്ളവരുടെയൊക്കെ പ്രശംസ നേടാൻ ഇവർക്ക് ആവുന്നതായിരിക്കും. ചില മംഗളകാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാനുള്ള അവസ്ഥ ഇവർ കാണുന്നുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കായാലും ജോലി കിട്ടുന്നൊരു സമയമായിട്ട് പറയാവുന്നതാണ്. അതുകൊണ്ട് സമയമനുസരിച്ച് സന്താനത്തിനും അല്ലെങ്കിൽ പങ്കാളിക്കും ഒക്കെ ജോലി കിട്ടുന്നൊരു വർഷമായിട്ട് 2026 പറയാവുന്നതാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ വരുന്നതാണ്. പുതിയ കോൺട്രാക്റ്റുകളൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. സർക്കാർ ജോലിയിൽ നിൽക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പോലീസ് പട്ടാളം മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ താക്കീതുകൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലോഹ കച്ചവടത്തിൽ നിന്ന് ആദായം ലഭിക്കുന്നതിന്, അതായത് ആദായം വർദ്ധിക്കുന്ന വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ ഉയരുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചെറിയ മാനസിക വിഷമം ഇവരെ അലട്ടിയെന്ന് വരാം. അതിൻ്റെ ഒന്നും കാര്യമില്ല. തൊഴിൽ രംഗത്ത് കഴിവ് കൂടുതൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന വർഷമായിട്ട് നമുക്ക് പറയും. ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. യുവജനങ്ങൾക്ക് വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല വസ്തുക്കളും കിട്ടുന്നൊരു വർഷമായിട്ട് നമുക്ക് ഈ വർഷം പറയാവുന്നതാണ്. ഓഹരികളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് പറയപ്പെടുന്നുണ്ട്. ശത്രുക്കളുമായിട്ട് ചേർന്നുകൊണ്ടൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക, ശത്രുക്കളോട് അകലം പാലിക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ശക്തി, അഭിമാനം പ്രദർശിപ്പിക്കാമെങ്കിലും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വർഷാന്ത്യത്തിൽ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. വിദേശത്തുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വിദേശത്ത് എന്തെങ്കിലും ശിക്ഷണ നടപടിയിൽ നിന്നൊക്കെ തലയുരാനുള്ള സാധ്യത ഇവർക്ക് കാണപ്പെടുന്നുണ്ട്. സുഹൃത്തുക്കൾ കാരണം സാമ്പത്തികമായിട്ട് കുറച്ച് അധിക ചെലവ് വന്നു വരാം. പല കേന്ദ്രങ്ങളിൽ നിന്നുമായിട്ട് സാമ്പത്തിക നേട്ടം വർഷാന്ത്യത്തിൽ ഇവർക്ക് പ്രായണ കുറച്ച് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുണ്യക്ഷേത്രങ്ങളിൽ പോകാൻ, പുണ്യ സ്ഥലങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ സ്പോൺസർ ചെയ്യാനൊക്കെയുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. പുതിയ പദവിയോ ബഹുമതിയോ എന്തോ കിട്ടാനുള്ള അവസ്ഥ ഈ 2026 കാണുന്നുണ്ട്. വീട് മാറി താമസിച്ചാൽ കൊള്ളാം എന്ന് ഒരവസ്ഥ ഇവർക്ക് തോന്നിയെന്ന് വരാം. അത് കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. സാഹിത്യകാരന്മാർക്കും ലേഖകന്മാർക്കും സിനിമാ സീരിയൽ പ്രവർത്തകർക്കും അനുകൂലമായ ഒരു വർഷമായിട്ട് പറയുന്നുണ്ട്. അല്ല, കേസുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീർപ്പാവുന്നതായിരിക്കും. പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റാനുള്ള സാധ്യതയും ഇവർക്ക് കാണുന്നുണ്ട്.